ഇത് എൻ്റെ SSLC സർട്ടിഫിക്കറ്റ് ആണ്. ഇത് കണ്ടോ, ഇത് +2 സർട്ടിഫിക്കറ്റ്. പ്ലസ് ടു സയൻസ് ഗ്രൂപ്പ് ആയിരുന്നു. ഇത് കണ്ടോ, ഇത് ITC സർട്ടിഫിക്കറ്റ് ആണ്. ITC ഇത് കണ്ടോ, ഇത് BSCയുടെ മാർക്ക് ഷീറ്റാണ് കേട്ടോ. BSc ഫിസിക്സിൻ്റെ മാർക്ക് ഷീറ്റാണ്. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ. ഇത് കണ്ടോ, ഇത് BScയുടെ സർട്ടിഫിക്കറ്റ് ആണ്. BSc ഫിസിക്സ് ആയിരുന്നാൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ആണ്. ഇത് കണ്ടോ, ഇത് നമ്മൾ ഇവിടെ നാട്ടിൽ നിന്നല്ല പഠിച്ചത്, നോർത്ത് ഇന്ത്യയിലാണ്. ഇത് BIT എന്ന് പറഞ്ഞാൽ ബാച്ചുലർ ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. 1 2 3 4 5 സർട്ടിഫിക്കറ്റ്. ഇതുണ്ടോ, ഇത് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എൻ്റെ സർട്ടിഫിക്കറ്റ്. ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ഇത് രണ്ടും. അതുപോലെ തന്നെ BSc യൂണിവേഴ്സിറ്റി ഓഫ് കേരള, BSc ഫിസിക്സ് യൂണിവേഴ്സിറ്റി ഓഫ് കേരള. അതുപോലെ തന്നെ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ താരാഹാട്ട് ന്യൂഡൽഹിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ബാച്ചുലർ ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി അവിടെ തന്നെയാണ്. അതുപോലെ തന്നെ ഇതുണ്ടോ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് കോളേജുകളിലൊന്നായ NRI കോളേജിലാണ് ഞാൻ MCA ചെയ്തത്. ഇത് MCAയുടെ മാർക്ക് ഷീറ്റാണ്. 1 2 3 4 5 6. അതുപോലെ NRI കോളേജ് RGPVയുടെ അണ്ടർ കൺട്രോളാണ്. RGPVയുടെ അഫിലിയേഷനുള്ള ഒരു കോളേജാണ് NRI കോളേജ്. RGPV എന്ന് പറഞ്ഞാൽ രാജീവ് ഗാന്ധി പ്രൗദ്യോഗികി വിശ്വവിദ്യാലയ, രാജീവ് ഗാന്ധി ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് മധ്യപ്രദേശ്. ഇതുണ്ടോ, ഇത് MCAയുടെ സർട്ടിഫിക്കറ്റാണ്. MCA സർട്ടിഫിക്കറ്റ്. ഇതുണ്ടോ, ഞാൻ പിന്നീട് 2 വർഷം സൈക്കോളജിയിൽ റിസർച്ച് ചെയ്യുകയുണ്ടായി. അതിൻ്റെ സർട്ടിഫിക്കറ്റാണ്. 2 വർഷം സൈക്കോളജി ആൻഡ് ഓർഗനൈസേഷൻ ബിഹേവിയറിൽ റിസർച്ച് ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റ്. ഒക്കെ നോർത്ത് ഇന്ത്യയിലാണ് കേട്ടോ, നമ്മുടെ കേരളത്തിലല്ല. ഇത് കണ്ടോ, ഇത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആൻഡ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്. ഇത് ഇന്റേൺഷിപ്പ് കോഴ്സ് ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റാണ്. ഇന്റേൺഷിപ്പ് കോഴ്സ്. ഇത് കണ്ടോ, ഇത് ഹ്യൂമൻ റിസോഴ്സ്, അതായത് ബോംബെയിൽ നിന്നുള്ള ഹ്യൂമൻ റിസോഴ്സ് ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റാണ്. ഇതുണ്ടോ, ഇത് ഫുഡ് ആൻഡ് സേഫ്റ്റിയിലുള്ള സർട്ടിഫിക്കറ്റ്. ഇതാണ് എൻ്റെ അക്കാഡമിക് സർട്ടിഫിക്കറ്റ്സ്. ഇനി എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഞാൻ വേറൊരു അവസരത്തിൽ നിങ്ങളെ വീഡിയോയിലൂടെ കാണിച്ചു തരാം.